ഞാനിതിവിടെ 2-3 അതായത് 10 ഭാവങ്ങൾ പ്രാക്ടീസ് ചെയ്യുകയാണ്. എത്രത്തോളം വരെ ആവുമെന്ന് എനിക്കറിയില്ല, എന്നാൽ ഞാനത് ശ്രമിക്കുകയാണ്. ജഗതി ചേട്ടൻ്റെ പോലെ ആയിത്തീരുമെന്ന് എനിക്കറിയില്ല. ഒന്ന് ശ്രമിക്കാം. എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ പറയണം കേട്ടോ. പറയും. ഹാസ്യം, ഫീവത്സം, ലാസ്യം, പുച്ഛം, സങ്കടം, ധാർഷ്ട്യം, പിന്നെ അപേക്ഷാ മനോഭാവം, രൗദ്രം, നാണം, അഹങ്കാരം, 10 നോക്കാം കേട്ടോ ഗേസ്. ക്യാമറ ഓൺ ചെയ്ത് വെച്ചിട്ട് ഇത് ഇത്രയും കയറി വന്നോന്ന് നോക്കാം. ഓക്കേ. ജഗതി ചേട്ടൻ പറഞ്ഞ ഞാൻ തന്നെ മെനഞ്ഞെടുത്ത ഒരു 4-5 ഭാവങ്ങളൂടെ ഉണ്ട്. അതും കൂടെ നോക്കാം. അട്ടഹാസം, ശാന്തം, രാജകീയം, തെറ്റുക. അടുത്തത് വൈരാഗ്യം. അതായത് നമ്മളെ ഒരാൾ പറഞ്ഞു മോഹിപ്പിക്കുകയോ പറ്റിക്കുകയോ അത് വഞ്ചിക്കുകയോ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന വൈരാഗ്യം, നമ്മളുടെ മനസ്സിലുണ്ടാകുന്ന പക, അതിങ്ങനെ നിറഞ്ഞു പോകുന്നു. ചതി, അതാണ് ചെയ്യാൻ പോകുന്നത്. അതായത് നമ്മളെ വഞ്ചിക്കപ്പെടുന്ന ഒരാളെ നമ്മൾ ഒളിഞ്ഞിരുന്ന് ആക്രമിക്കുക. ഇങ്ങനെ ഓക്കെ. അടുത്ത് ഇനി ഭ്രാന്തമായിട്ട്, അതായത് മെൻ്റലി ഷോക്കുപരമായിട്ടുണ്ടാകുന്ന ഒരു തരം ഭ്രാന്ത്, അതാണ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ. ഇങ്ങനെ കുറേ ഭാവങ്ങളുണ്ട്. ഏകദേശം എൻ്റെ അറിവിൽ 12 ഒരുപാടുണ്ട് ഭാവങ്ങൾ. മനുഷ്യൻ്റെ മനസ്സിലുണ്ടാകുന്ന ഒരുപാട് ഭാവങ്ങൾ നുരഞ്ഞു പോകുന്നു. ഒരു മനുഷ്യൻ്റെ മനസ്സിൽ തന്നെ ഒരുപാട് ഭാവങ്ങളുണ്ട്. അതെല്ലാം നമ്മുടെ സ്വഭാവത്തിൽ നിന്ന് തന്നെ നുരഞ്ഞു പോകുന്നതാണ്. ഓക്കെ ഗേസ്.